ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി മാംഗ്ലൂർ പോവാണ്. വെല്ലമ്മയുടെ ബേർഡ് ഉണ്ട്. അത് കഴിഞ്ഞ് സൺഡേ വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാവേ. അപ്പോൾ ഇതേ അമ്മ ഇവിടെ റെഡിയായി ഡോറൊക്കെ ക്ലോസ് ചെയ്യാണ്. അമ്മ ഡോറൊക്കെ ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും ശില്പണി വന്നു. അങ്ങനെ ശില്പണിനോട് ഞാൻ ഹായ് കാണിക്കാൻ പറഞ്ഞു. ഹായ് കാണിച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി കാറിൽ കയറി. മിഥുനും മിഥുൻ്റെ അമ്മയും പിന്നെ ഗൗത്തും ഒക്കെ അടുത്ത ബസ്സിൽ പോയി. റീസൺ വേറെ ഒന്നല്ല, ഒന്ന് കാറിൽ സ്ഥലമില്ല, പിന്നെ ഒന്ന് മണ്ണെണ്ണൻ്റെ കാറുണ്ട്, കൊണ്ടുപോകാൻ ആളില്ല. ഇവർക്കൊക്കെ ലൈസൻസ് ഉണ്ട്, അത് ബാഗിൽ എടുത്ത് വെക്കുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ജംഗ്ഷനിൽ നിർത്തി കുറച്ച് സാധനമൊക്കെ മേടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്കിപ്പോൾ നാഷണൽ ഹൈവേ നല്ല സെറ്റ് ആയതുകൊണ്ട് മാംഗ്ലൂരിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കാസർഗോഡ് ടു മാംഗ്ലൂർ 1 ഹവറിൽ എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവരെ ഫ്ലാറ്റിലെത്തി. ഒരു 8 മണിയായപ്പോഴത്തേക്കും എത്തി. എന്നിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തു. ഈ ശില്പോണിൻ്റെ കയ്യിലും മനിയണ്ണൻ്റെ കയ്യിലും ഒക്കെ കണ്ടോ. ശില്പുൻ്റെ കയ്യിൽ വേറെ ഒന്നല്ല, നമ്മുടെ ചിപ്സാണ്. ഞങ്ങളുടെ നാട്ടിൽ നല്ല ചിപ്സ് കിട്ടും. മനിയണ്ണൻ്റെ കയ്യിൽ അരിയാണ്. ഇത് പാക്കറ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇതൊക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എപ്പോഴും തേങ്ങൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇവർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എങ്ങനെ പോകുന്നു ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ചിരിച്ചു. എന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. എന്താണെന്നറിയില്ല, ഞാൻ എപ്പോൾ ഇവരെ കൂടെയുള്ള ദിവസവും RCBക്ക് മാച്ച് ഉണ്ടാവും. ഇവരാണെങ്കിൽ എല്ലാവരും RCB ഫാൻസാണ്. നല്ല കറക്റ്റായിട്ട് ഞാൻ ഇവരെ കൂടെ ഉള്ള ദിവസം RCBക്ക് മാച്ചാണ് ഗൈസ്. ഭയങ്കര പാടാണ്, സംസാരിച്ച് നിൽക്കാനേ പറ്റില്ല. അങ്ങനത്തെ ഡയലോഗൊക്കെ അടിക്കും. മുംബൈ തോറ്റ് വിഷമാണ് നിങ്ങൾ ഈ വണ്ട മുഖത്ത് കാണുന്നതിന് മാറിയിട്ടോ. എന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഈ കാണുന്ന വെല്ലമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു. ഇവരൊക്കെ സെയിം ഹൈറ്റാണ്, നല്ല രസമാണ് കാണാൻ. ഇവനീ പറയുന്ന ഹാപ്പി ബർത്ത്ഡേ എന്നല്ല കേട്ടോ, CSK എന്നാണ് ഇവനിപ്പോൾ പറഞ്ഞ. എന്നിട്ട് ഇവർ കേക്ക് വായിൽ വെച്ച് കൊടുത്തു. വെല്ലച്ചനും വെല്ലമ്മയ്ക്കും ഭയങ്കര ഷൈ ആണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര ചിരിയായിരുന്നു. വെല്ലച്ചൻ്റെ ആ മുഖം കണ്ടോ, ഭയങ്കര ചിരിയാണ്, ഭയങ്കര ഷൈയാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി അപ്പം ചിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തോ ഒരു ഇടിയപ്പം ചെയ്യുന്ന അരി മേടിക്കാൻ വേണ്ടി വെല്ലമ്മ ഞങ്ങളെ പറഞ്ഞു വിട്ടു. അരിൻ്റെ നെയിം എന്തോ പറഞ്ഞു. കടയിൽ പോയി ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ചിരിച്ചു. എന്തോ ഒരു വെറൈറ്റി നെയിമാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ വെല്ലമ്മക്ക് കോൾ ചെയ്ത് ഒന്നുകൂടി ചോദിച്ചു. അങ്ങനെ അരിയൊക്കെ മേടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇതിൽ നടക്കാൻ ഭയങ്കര രസമാണ്. സൈഡിലൊരു ടെമ്പിളും പിന്നെ കുറേ തമിഴൻസിൻ്റെ വീടൊക്കെ ആണ്. അവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്നിട്ടൊരു 10 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഈ വീഡിയോക്ക് എനിക്ക് എൻ്റെ അനിയത്തിയാണ് എടുത്തു തന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചേച്ചിയും ഫാമിലിയും കൂടി ഇറങ്ങി. അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ലത്തോണിയും പോയി. അവർക്ക് ലീവൊന്നുമില്ല കേട്ടോ. അംഗനവാടി ടീച്ചറായ സൺഡേ അല്ലാണ്ട് വേറെ ഒരു ലീവില്ല. മണിയെണ്ണവും കൂടെ പോയി. രാവിലെ ഞാൻ എണീക്കുമ്പോൾ കാണുന്നത് ഇവരൊക്കെ ചെമ്മീൻ വൃത്തിയാക്കുകയാണ്. മീൻ എടുക്കാൻ പോകുമ്പോൾ എനിക്കും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എണീറ്റില്ല. വെല്ലമ്മാണെങ്കിൽ ഇവിടെ മുളകിൻ്റെ തണ്ടൊക്കെ എടുക്കുകയാണ്. ഈ ഒരു മൂവി കണ്ടാൽ കരയാത്ത ആൾക്കാരില്ലല്ലേ, ഉണ്ടെങ്കിലും അത് കുറവായിരിക്കും. അപ്പോൾ ഇവരെ കണ്ണിലൊക്കെ വെള്ളമാണ്. ഇവളൊക്കെ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ട് പോലില്ല, എന്നാണ് ഞാൻ കാണുന്നത്. ഇവനും കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. അതിന് കാരണം മൂവി അല്ല കേട്ടോ. ഈ കാണുന്ന സവാളയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗ്രീൻ ഡ്രസ്സ് ഇട്ടതാണ് എൻ്റെ ഒരു വെല്ലിച്ചൻ്റെ മോൻ, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ്. അവനിപ്പോൾ വന്നുള്ളൂ. അവനിങ്ങനെയൊക്കെ വരാറൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വന്നത് എനിക്കൊരു ഷോക്കായിരുന്നു. അവനെ വാ 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 എന്ന് വിളിച്ചാലും എക്സാമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പഠിപ്പിയാണ് ഗൈസ്. ഈ ഫ്രെയിമിൽ കാണുന്നുണ്ട് വേറൊരു ഏട്ടത്തെയാണ്. എനിക്ക് കൂടുതൽ ഏട്ടത്തിയേ ഉള്ളൂ. ഇവിടെ ഫിഷൊക്കെ റെഡിയാക്കുകയാണ്. ഇത് രാവിലെ മാംഗ്ലൂരിലെ ഡക്കയിൽ പോയി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇടിയപ്പം, ചിക്കൻ കറി, ചെമ്മീൻ കറി, ചോറ്, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. വെജ് വേണമെന്നുള്ളവർക്ക് സാമ്പാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഫുഡും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
രാത്രി ആയപ്പോഴത്തേക്കും ഒരു സൈഡ് കിടന്ന് എയർപോഡും വെച്ച് പാട്ട് കേട്ട് അവൻ്റെ കഴുത്ത് ഒരു സൈഡായി ഗൈസ്, ഒരു സൈഡിലേക്ക് തിരിയുന്നില്ല. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ശരിയാവുമെന്ന് സില്ലായിട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെ നൈറ്റിലത്തെ ഫുഡാണ് ഗൈസ് റൊട്ടി എന്ന് വെച്ചാൽ നമ്മളെ മാംഗ്ലൂർ സ്പെഷ്യൽ റൊട്ടിയാണ്. റൊട്ടിയും ചിക്കൻ കറിയും ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. അങ്ങനത്തെ ഇവരിപ്പോൾ വീട്ടിൽ പോവാണ്. നാളെ രാവിലെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതെന്തായാലും നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.